പാർട്ടി ഉള്ളതല്ലേ. എന്നാൽ ആ നിയമസഭയില് പറയാണ് ആ പ്രദേശത്തുകാർ സമരം നടത്തിയിട്ടുള്ളത് തീവ്രവാദ സമരമാണെന്ന്, അത് തീവ്രവാദികളാണെന്ന്. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ ഈ കേരളത്തിലെ ജനതയല്ല. കേരളത്തിന്റെ മാപ്പിൽ ഈ കരിമ്പാലക്കുന്നും കൂടത്തായും അതുപോലെ ഈ പൂവോട് അതേപോലെ പുതാങ്കുഴി ഒന്നും ഇല്ല. നമ്മളൊക്കെ തീവ്രവാദികളാണ്. കഴിഞ്ഞ 7 വർഷത്തെ കാലത്ത് നമ്മളെ വിളിച്ച തീവ്രവാദികളെന്താ? നമ്മളെന്താ അവരോട് ചോദിച്ചത്? നമ്മളൊരു രൂപ കടം ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വലിയ വാഗ്ദാനം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് തരണം, ഒരു വീട് തരണം, ഒന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഞങ്ങളെ വീട്ടില് ഒരല്പം ശുദ്ധമായി ശ്വസിച്ച് ഞങ്ങൾക്ക് കിടന്നുറങ്ങാനൊരു അവസരം, ഞങ്ങൾ കുഴിച്ച കിണറിൽ ഞങ്ങൾക്കൊരു വെള്ളം കോരി കുടിക്കാനൊരു അവസരം, അത് മാത്രമാണ് ഞങ്ങൾ അവരോട് ചോദിച്ചത്. തന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളത് ചോദിച്ചതിന് ഞങ്ങളെ പേപ്പട്ടിയെപ്പോലെ ഈ മണ്ണിലിട്ട് ആട്ടി ഓടിച്ചവര്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, പോലീസ് മേധാവിയായ ഉന്നത ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ തളർന്നില്ല. ആ തളരാതിരിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാനും മുജീബ് അടക്കമുള്ള ആളുകള് 6 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞു. അതിനുശേഷം പിടിയെടുക്കാൻ തീരുമാനിച്ചപ്പോ മുജീബ് പറഞ്ഞു എന്നോട്, സമരസമിതി നേതാവാകണമെങ്കിൽ ഒരു ജയിലിലൊക്കെ പോണോ? ഓക്കെ, എന്നാ ഞാനും റെഡി. അങ്ങനെ തീരുമാനിച്ചു. ജയിലിലെത്തി നോക്കുമ്പോണ് സംഗതി പെട്ടെന്ന് പഠിച്ചാണ്. എങ്ങനെയെങ്കിലും ഒളിവിൽ തന്നെ നിൽക്കുകയായിരുന്നു. അതിന്റെ ഉള്ളിൽ ചെന്ന് പോലീസുകാരൻ ഞങ്ങളെ ഒരു ഗേറ്റ് തുറന്നിട്ട് അതിന്റെ ഉള്ളിലിട്ട് പൂട്ടി. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു പെറ്റി കേസ് പോലുമായിട്ട് ഇതുവരെ പോലീസ് സ്റ്റേഷൻ കയറിയിട്ടില്ല. അങ്ങനെ ഉള്ളിൽ കയറി ഞാൻ ഇയാൾ വലിയൊരു പൂട്ടി മുക്കിട്ട് പോയി. അതിനുശേഷം കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഉമ്മേനെ കൊന്നവനുണ്ട്, സ്വന്തം ഭാര്യനെ വെട്ടിക്കൊന്നവനുണ്ട്, കള്ളന്മാരുണ്ട്, MDMA വെച്ച ആളുകളുണ്ട്. എല്ലാരും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തി അങ്ങനത്തെ പ്രതികള്. ഞങ്ങളുടെ കയ്യിൽ ഒരു കീറപ്പായ തന്നു. ആ പായയും കൊണ്ട് ഞാൻ അവരുടെ കൂടെ കിടക്കണം. ഞാനപ്പോ ഒരു ചോദ്യം ചോദിച്ചു, പറച്ചോനെ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? ഞാൻ ചെയ്ത തെറ്റാണ് എനിക്ക് മനസ്സിലാകാത്തത്. അങ്ങനെ ആ ഇരുട്ടറയിൽ തള്ളാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ മാത്രമല്ല, 100 ആളുകളെ. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? അപ്പൊ മുജീബ് ഒരല്പം വിശ്വാസിയാണ്. ഞാൻ അത്ര വലിയ വിശ്വാസമൊന്നുമല്ല. ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ അതാണ് വിശ്വാസം എന്ന് ആലോചിക്കുന്ന ആളാ ഞാൻ. മുജീബ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരൊറ്റ നിസ്കാരം പോലും മുജീബ് മുടക്കിയിട്ടില്ല. ഈ നോമ്പുകാലത്ത് അവിടെ എത്തി. ആ നോമ്പുകാലത്തൊക്കെ മുജീബ് സമയം കണ്ടെത്തി നിസ്കരിക്കുന്നു. ഭക്ഷണത്തിന് മിതമായ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാ നോമ്പും നോക്കുന്നു. അപ്പോഴൊക്കെ ഞാനും വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കായിരുന്നു മുജീബേ, നമുക്ക് നീതി കിട്ടൂലേ? അപ്പോഴും മുജീബ് പറഞ്ഞു കിട്ടും. എന്നാൽ ആ നീതിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. മുജീബിന്റെ പ്രാർത്ഥന വിഫലമായിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്, ബാവുക്ക ഈ ഒരു പ്രശ്നത്തെ കൂടി കിടക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു. കരിമ്പാലക്കുന്നുള്ള ഒരു ഉമ്മയാണ്, ഞങ്ങള് നോമ്പ് നോക്കുകയാണെന്ന്. അങ്ങനെ എത്ര ദിവസം നോമ്പ് നോറ്റവര്? ഈ സമയത്തിൽപ്പെട്ട ആളുകൾക്ക് മുഴുവൻ പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞു. അവര് സ്വന്തം ബാപ്പേനെ, സ്വന്തം വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന ബാപ്പേനെ കാണാൻ നമ്മുടെ CM മുനീറിനായിട്ടില്ല, നമ്മുടെ എഴുത്തുകാരൻ മുനീറിന് എത്ര ദിവസം മുനീർ ഒഴിവിൽ കഴിഞ്ഞു. സ്വന്തം ബാപ്പ എത്ര പ്രാവശ്യം കരഞ്ഞോണ്ട് ആ റൂമിലിരുന്നു. അതുപോലെ എനിക്കിവിടെ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാനുള്ളത്, 2 ജീവനുകൾ, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റൂല. സഖാവ് മുഹമ്മദ് ഇതിന്റെ രക്തസാക്ഷിയാണ്. ഫ്രഷ് കട്ടിന്റെ രക്തസാക്ഷി. ജീവിതത്തിലെ അവസാന ശ്വാസം വരെ അദ്ദേഹം ഈ ഫ്രഷ് കട്ടിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് കരിമ്പാലക്കുന്നിലെ ഒരു എന്താ പറയാ ലോക്കൽ സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറി എനിക്കറിയില്ല, ഈ സമരത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബാപ്പ അവസാന ശ്വാസം വരെ ഈ സമരത്തിലുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സമരത്തെ ഇങ്ങനെ കാണാതെ പോയത്? ഈ പ്രദേശത്തേക്കുള്ള ഈ ഒരു എന്താ പറയാ ഈ ഒരു അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല. കാരണം ഒരുപാട് വിമർശനങ്ങളാണ് എന്റെ പേരിൽ, ഞാൻ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ സമരത്തിനിറങ്ങിയത്. ഞാനൊരു CPM-കാരനാണെങ്കിൽ ഞാൻ ജീവിക്കാനാണ് വേണ്ടിയാണ് സമരത്തിനിറങ്ങിയത്. ഏതായാലും ആ സമരം വിജയിച്ചിട്ടുണ്ട്. പറയാനുള്ള മറുപടി ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് പറയാം. എന്നാൽ ഒന്നുകൂടി ഞാൻ ഒന്ന് ഓർപ്പിക്കാണ്, ഞങ്ങൾ ജയിലിലായി കിടന്ന സമയത്ത് അതിരാവിലെ ആ ഇന്റർവ്യൂക്കുള്ളിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്നത്, നിങ്ങളെ കാണാൻ മുനീർ സാഹിബ് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോ കുറച്ച് പോലീസുകാർ ഞങ്ങളെ കണ്ണുരുട്ടി. കാരണം വെച്ചാൽ തലേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഒരു ഭക്ഷണവും കഴിച്ച് നിന്ന് കുഴഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തിയപ്പോ ഒരു കസേര കണ്ടപ്പോ ഞാൻ അറിയാതെ ഒന്ന് ഇരുന്നുപോയി. അപ്പൊ അവിടുത്തെ ഒരു ചെങ്ങായി, ഒരു നരന്തുപോലത്തെ ചെങ്ങായിയാ, ഓന്റെ ഒരു നോട്ടുണ്ട്.
എടീക്കറാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മനസ്സിലായി. വളരെ പൊട്ടിക്കരഞ്ഞു പോയൊരു സമയമായിരുന്നു. അതിന്റെ ഉള്ളിലിട്ട് അടച്ച് അത് രാവിലെ നേരം വെളുത്തിട്ട് സങ്കടം തീർന്നിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ വരുന്നത്. ആര്? മുനീർ സാഹിബ്. മറക്കാൻ കഴിയൂല, മറക്കാൻ കഴിയൂല അതൊന്നും. അവിടെ എത്തി ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ നാടിന് വേണ്ടിയിട്ടാണ് ഇതിനുള്ളിൽ കയറിയിട്ടുള്ളത്, നീതി നമുക്ക് കിട്ടും. അതിന്റെ പിറ്റേ ദിവസം വന്നു റസാഖ് മാഷ്. അന്ന് തൊട്ട് ഇന്ന് വരെ റസാഖ് മാഷ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാബുക്കാനെ പിടിച്ച സമയത്ത് ഞങ്ങൾ പുറത്ത് നിൽക്കാണ്. ഇപ്പൊ വിളിക്കും. ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റൂല. ഞാനും മുജീബ് അടക്കമുള്ള ആൾക്കാർ തൊട്ടിപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് പോലത്തെ ഒരു ഷെഡ് ഉണ്ട് അവിടെ. ആ ഷെഡ് കുത്തിരിക്കുന്നു. അപ്പോഴാണ് റസാഖ് മാഷ് കടന്നു വരുന്നത്. റസാഖ് മാഷോട് പറഞ്ഞു, ഇങ്ങനെ ബാബുക്കാനെ സമയമാവുന്നുള്ളൂ, ഇങ്ങോട്ട് വരികയാണെന്ന്. അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. സൂപ്രണ്ടിനെ വിളിച്ചു, ബാബുക്കാനെ വിളിച്ചു, കൊണ്ടുപോയി ഏൽപ്പിച്ചു. അവിടെ ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ ഞങ്ങൾ സംസാരമായിരുന്നു. റസാഖ് നന്ദിയുണ്ട്, മറക്കാൻ കഴിയൂല അതൊന്നും. കാരണം ഞങ്ങൾ അവിടെ ഇരുന്നത് ഞങ്ങളെ ബാബുക്കാനൊന്ന് കാണണേ എന്നൊരാഗ്രഹത്തോടുകൂടിയാ. എന്നിട്ടും വിട്ടില്ല. ബാബുക്കാനെ കുടുംബത്തോടെ അവർ ആക്രമിച്ചു. റഹീം എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ ഇതിൽ അവർ ഉന്നം കണ്ടത് എന്താ വെച്ചാല്, ബാബുക്കാനെ തളർത്തിയാൽ ഈ സമരം പൊട്ടും. സത്യം തന്നെയാ, ബാബുക്കാനെ തളർന്നാൽ സമരം പൊട്ടും, ഉറപ്പ് തന്നെയായിരുന്നു. അത് ഇവർക്കും ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാബുത്തിനെ തളർത്തിയ റഹീമിന്റെ പുറകില് റഹീം വരുന്നവർക്കറിയാം. റഹീമിനെ കൂടി അവർ ലോക്ക് ചെയ്തു. എന്നിട്ട് എന്ത് നേടി ഇവരെന്ത് നേടി? ഇപ്പൊ ഒരു ഇരുമ്പിന്റെ ഒക്കെ തുരുമ്പെടുത്ത ഈ ഇരുമ്പിന്റെ കഷ്ണം ഇവർക്ക് പെറുക്കിക്കൊണ്ടാൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട നമ്മളെ MLA പറഞ്ഞ ഡിമാൻഡ് അവർ അംഗീകരിക്കുകയാണെങ്കിൽ ആ ഇരുമ്പ് കഷ്ണമെങ്കിൽ അവർക്ക് ഇവർക്ക് പെറുക്കിക്കൊണ്ടാകാം. അല്ലാതെ ഈ സാധനം ഇവർക്ക് ഇവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇത് ലോക്ക് തന്നെയാ. അത് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയോടാണ്. മുഖ്യമന്ത്രി കൃത്യമായിട്ട് വർഗീയവാദികളിൽ നിന്ന് നമ്മളെ വിളിച്ച അതേ നിയമസഭയിൽ അതേ സീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇവര് മനുഷ്യരാണ്, ഇവര് ജീവിക്കാൻ വേണ്ടി നടത്തിയ സമരമാണെങ്കിൽ ആ ജനങ്ങളെ കൈവിടുന്നുള്ള പ്രഖ്യാപനം നടത്തി. നമ്മളെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരു MLA സീറ്റ് ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ മന്ത്രിസഭയില്. ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നമ്മൾക്ക് വേണ്ടി സംസാരിച്ചില്ല. പക്കത്തിനെ സംരക്ഷിക്കാൻ നിന്നപ്പോ അതേ സീറ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ VK ഫിറോസ് MLA നമ്മളെ സംരക്ഷിക്കാനുള്ള പ്രമേയോടെ പാസാക്കി. അതേപോലെ തന്നെ നമ്മൾ അന്ന് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്ന സമയത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ കാസിംക അദ്ദേഹം ഇരുന്നിട്ടില്ല, ഇരിക്കാതെ ഓടി നടക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പുറകെ. അങ്ങനെ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. ഭയങ്കര തിരക്കുള്ള സമയം. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞു, ഇദ്ദേഹം വിടാണ്ട് പുറകെ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ആ ഒരു വാർത്ത ഇവിടെ വെച്ച് ഞാൻ ട്രോളാക്കി ഇറക്കിയമാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞ ട്രോളിന് ആ വാക്കിത കാസിംക പാലിച്ചിരിക്കുകയാണ്. അതിന് വേണ്ട നടപടി കാസിംക സ്വീകരിച്ചു. ഇനി നിങ്ങൾ ട്രോളാക്കി. ഇത്രയല്ലാതെ ഇതല്ലാതെ എന്താണ് ഇനി നമുക്ക് ജനപ്രതിനിധികൾ ചെയ്തു തരേണ്ടത്? തീർത്തും ഇവരോടുള്ള നന്ദിയാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത്. ഇനിയും നമുക്ക് മുന്നോട്ട് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പോ വെച്ചിട്ടുള്ളത് ഡിമാൻഡ് മാത്രമാണ്. ആ ഡിമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട് 100%. അത് പൂർത്തിയ അവസ്ഥയിൽ തന്നെയാണ്. എന്നാലും സമരം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. നാളെ തൊട്ടൊരു വാഹനം അങ്ങോട്ട് പോകാൻ പാടില്ല, ഒരു വാഹനം ഇങ്ങോട്ടും വരാൻ പാടില്ല. അതിന് നമ്മളെ മെമ്പർമാരായിട്ടുള്ള ആളുകളും മുഴുവൻ ആളുകളും ഇവിടെ തന്നെ ഉണ്ടാവണം. രാവും പകലും നമുക്ക് കാവൽ നിന്നുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ ഒരു പക്ഷേ പെട്ടെന്ന് പോകേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനം എടുക്കാം. എന്നിട്ട് കുറച്ച് ആളുകളൊക്കെ രാത്രി ഇവിടെ നിൽക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. എന്തായാലും പറയാനുള്ള വാക്കുകളൊന്നും ഇവരോട് തീരുന്നില്ല. ഇനി ഒരുപാട് പറയാനുണ്ട്. അതിന് അവസരങ്ങളുണ്ട്. അവസരം പടച്ചവൻ ഉണ്ടാക്കി തട്ടെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച്